സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഭിന്നത എന്നൊരു വാർത്ത വരുന്നു. നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് സംഘടനയ്ക്ക് അയച്ച കത്തിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. സംഘടനയെ നിയന്ത്രിക്കുന്നത് ബാഹ്യശക്തികളാണെന്നും സ്ത്രീ നിർമ്മാതാക്കളുടെ യോഗം വിളിച്ചത് പ്രഹസനമാണെന്നും യോഗത്തിൽ ഒരു സിനിമ പോലും നിർമ്മിക്കാത്തയാളും പങ്കെടുത്തുവെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചിട്ടുണ്ട്. സാന്ദ്ര തോമസ് നമുക്കൊപ്പം ചേരുന്നു. സാന്ദ്ര, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാന്ദ്ര തോമസ്, എന്തോ സിനിമാ നിർമ്മാതാക്കൾക്കിടയിലും ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണോ അത്? തീർച്ചയായിട്ടും അതെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അതിൻ്റെ പിറ്റേ ദിവസം ചേംബറിൻ്റെ ഒരു ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ്, ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിനെ അഡ്രസ്സ് ചെയ്യണം. ഇത് എന്താണെന്നുള്ളത് ചേംബറിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും സ്റ്റാൻഡ് എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിനോട് പറയണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷെ അതിനൊന്നും ആരും തയ്യാറായിരുന്നില്ല. അതിനുശേഷം എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും? ഈ വിഷയത്തിൽ ഫെഫ്ക പ്രതികരിച്ചിരുന്നില്ല, ചേംബർ പ്രതികരിച്ചിരുന്നില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചിരുന്നില്ല. താങ്കളുടെ അഭിപ്രായത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ ഈ അതിജീവിതകൾക്കൊപ്പമല്ലായിരുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തോന്നുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും അതെ. ഒരിക്കലും അതിജീവിതകൾക്കൊപ്പമല്ല ഒരു അസോസിയേഷൻ. ഇതിപ്പോ മീഡിയയുടെ സമ്മർദ്ദത്തിനെ തുടർന്ന് മാത്രമാണ് പല സംഘടനകളും പ്രതികരിച്ചേക്കുന്നത് തന്നെ. പക്ഷെ ഒരു ആക്ഷനും ഇതിന് അഗെയിൻസ്റ്റ് എടുക്കാനും പോകുന്നില്ല. ഈ കറക്റ്റീവ് മെഷേഴ്സ് ഈ പറയുന്ന എല്ലാ സംഘടനകളിലും എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കുറേ കറക്റ്റീവ് മെഷേഴ്സ് ആസ് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെറ്റർ അവിടെ കൊടുത്തിരുന്നു. അതിനും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. കുറേ നാൾ ഞാൻ അവരെ വിളിച്ചു, എന്തായി, നിങ്ങൾ പ്രതികരിക്കുന്നില്ലേ, നിങ്ങൾ സംസാരിക്കുന്നില്ലേ? അതിലൂടെ ഉള്ളിൽ തന്നെ പല മെമ്പേഴ്സിനും ഭിന്ന അഭിപ്രായം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഒരു കാരണവശാലും എന്നാണ് അവരുടെ അഭിപ്രായം. മലയാള സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തൽ. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അവർ മിണ്ടാതിരിക്കുന്നത്. ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമായ പലരും ഈ എല്ലാ സംഘടനകളിലും ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരാരും മിണ്ടാതെ ഇരിക്കുന്നത്. എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന ഒരു വിഷയമായിട്ട് പോലും എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല? ചെറിയ ചെറിയ വിഷയങ്ങളിൽ പ്രതികരിച്ചിരുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേംബറും ഒക്കെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം വന്നിട്ടും ആരും പ്രതികരിച്ചില്ല? ഇതിപ്പോൾ നമ്മൾ സ്ത്രീ നിർമ്മാതാക്കൾ നിരന്തരമായിട്ട് അവർക്ക് സമ്മർദ്ദം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് വേറെ പല സംഘടനകളും സ്ത്രീകളെ വിളിച്ച് മീറ്റിങ്ങുകൾ കൂട്ടുന്നു. ഇതെല്ലാം കണ്ടിട്ടായിരിക്കണം നമ്മളെയും കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിലേക്ക് ഒരു കമ്മിറ്റി കൂടുകയും അതിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു, നമ്മുടെ അഭിപ്രായങ്ങൾ അറിയാനെന്ന മട്ടിൽ. പക്ഷേ അത് വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാര്യം അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ വായിച്ചു. ആ ലെറ്റർ വായിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇത് വൺ സൈഡഡ് ആണ്, ഇത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയല്ല, പൊതുവായിട്ടുള്ള ഒരു നിർമ്മാതാക്കളുടെ അഭിപ്രായം ഇതല്ല എന്നവിടെ നമ്മൾ ശക്തമായിട്ട് എതിർത്തതാണ്. അപ്പോഴേക്കും അവർ പറഞ്ഞു, ഇത് ഓൾറെഡി നമ്മൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വനിതാ നിർമ്മാതാക്കളായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് അവരൊരു കത്ത് കൊടുക്കുന്നു. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടായിട്ട് വ്യാഖ്യാനിക്കുന്നു. ആ കത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? വേട്ടക്കാർക്കൊപ്പമാണ് തങ്ങളെന്ന പ്രഖ്യാപനമായിരുന്നു ആ കത്തിൽ. അങ്ങനെ തന്നെയാണ്. ഇതിപ്പം മീഡിയയ്ക്കെല്ലാം ആ കത്ത് കിട്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വേതനത്തെക്കുറിച്ചൊക്കെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തെങ്കിൽ പോലും അതൊരു വൺ സൈഡഡ് ആയിട്ടുള്ള, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമഗ്രമായ റിപ്പോർട്ടല്ല എന്ന് വെച്ചാൽ അതിനെ വിമർശിച്ചുകൊണ്ടുള്ളൊരു കത്തായിരുന്നു അത്. പക്ഷേ ഹേമ കമ്മീഷന് മൊഴി കൊടുത്ത ഒരാളെന്നുള്ള രീതിയിൽ എന്നെ കൂടെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരുന്നു അത്. ഞാൻ നിർമ്മാതാക്കൾക്ക് വേണ്ടി സംസാരിച്ച ഒരാളാണ് അവിടെ. അപ്പോൾ അത് നമ്മളെ കൂടെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ അഭിപ്രായം അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പൊ നമ്മുടെ അഭിപ്രായം ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തയാളെന്ന നിലയിൽ സാന്ദ്ര അടക്കമുള്ളവരെ ഒറ്റപ്പെടുത്താൻ ഒരു നീക്കം ഈ നിർമ്മാതാക്കളുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം നമുക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാനും ഇതിനകത്ത് നിന്നൊരു മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾ ഇത്രയും നാൾ ശ്രമിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ നമ്മൾ സഹി കെട്ടപ്പോഴാണ് ഈ വെളിയിലേക്ക് വരാനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. ആ പവർ ഗ്രൂപ്പ് നിർമ്മാതാക്കൾ അസോസിയേഷനിലും ശക്തമാണ്. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ തന്നെ പലരും അവരുടെ പല എക്സ്പീരിയൻസും ഷെയർ ചെയ്തപ്പോൾ അതുപോലും വളരെ ലാഘവത്തോടു കൂടി തമാശയായിട്ടാണ് കാണുന്നത്. പല ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വരെ ഷെയർ ചെയ്യുമ്പോഴും അത് വളരെ ലാഘവത്തോടു കൂടിയാണ് മറ്റ് നിർമ്മാതാക്കൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഘടനകൾ സ്ത്രീകൾ വരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാര്യം ഒരു സ്ത്രീ സംവരണം എല്ലായിടത്തും വരണം. അത് എല്ലാ സംഘടനകളിലും വരണം. ഇപ്പം നമ്മൾ അമ്മ എന്നൊരു അസോസിയേഷൻ, അമ്മേനെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ഈ അമ്മ എന്നുള്ളൊരു അസോസിയേഷനിൽ മാത്രമേ സ്ത്രീകളുള്ളൂ. വേറെ എവിടെയും ഒരു സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകളില്ല. ചേംബറിലില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലില്ല, എക്സിബിറ്റേഴ്സിലില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലില്ല, എവിടെയുമില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നവുമായി അവിടെ ഈ പറയുന്ന സംഘടനകളിൽ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ ഒരു പ്രശ്നക്കാരിയായിട്ടാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. കൂടാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ അവർ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ വിഷയം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു സ്ത്രീ വന്നിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അനുഭവിച്ച പെയിൻ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. സ്ത്രീ പ്രാതിനിധ്യം വേണം. അതിജീവിതമാർ അനുഭവിച്ച ദുരനുഭവങ്ങളെ പോലും തമാശയായിട്ടാണ് ഈ മുതിർന്ന നിർമ്മാതാക്കളും ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളവരും കാണുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ് കാണുന്നത്. അത് കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. കാര്യം അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത്. അതൊരു പുരുഷൻ ഒരിക്കലും മനസ്സിലാവില്ല. അവർക്കത് ആര് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആര് ചെയ്തു എന്നിട്ട് അവരെ കാണുമ്പോൾ കളിയാക്കാനും ചിരിക്കാനും ഒരു അവസരം എന്നുള്ളതല്ലാതെ ഈ സ്ത്രീ അനുഭവിച്ച വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ അവരൊരിക്കലും ശ്രമിക്കാറില്ല. ഈ സാന്ദ്ര, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽപ്പെട്ട പലരും കുടുങ്ങുമെന്നുള്ള ഭയമാണോ ഇങ്ങനെയൊരു നിലപാടിന് കാരണം? അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ നിർമ്മാതാക്കളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എത്രയോ നല്ല നിർമ്മാതാക്കളുണ്ട്. ഇത് പലരുടെയും ഇൻസ്ട്രക്ഷൻസിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. നിർമ്മാതാക്കളുടെ സംഘടന പവർ ഗ്രൂപ്പിന്റെ പാവയായി പ്രവർത്തിക്കുന്നു. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാനത് അവിടെ മീറ്റിങ്ങിൽ ഞാനത് അവരോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതും ആണ്. അത് നമ്മൾ ഇങ്ങനെ ഒരു പപ്പറ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പത്രക്കുറിപ്പുകൾ ഇറക്കി ഒളിയമ്പുകൾ ഇറക്കേണ്ട കാര്യമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് മീഡിയനെ അഡ്രസ്സ് ചെയ്യാം. കാര്യം ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സിൽ സിനിമയിലെ ലഹരി ഉപയോഗം പറയുന്നുണ്ട്, സിനിമയിലെ എഗ്രിമെന്റിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്, IC കമ്മിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഓരോ ഇൻസിഡൻസും നടന്നേക്കുന്നത് നിർമ്മാതാക്കളായ ഓരോരുത്തരുടെയും സെറ്റുകളിലാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒരു നിർമ്മാതാവ് കൈ കഴുകാനായിട്ട് പറ്റുന്നത്? ഇത് എനിക്ക് സംഭവിച്ചതല്ല, അല്ല ഇത് എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് എങ്ങനെ ഒരു നിർമ്മാതാവിന് പറയാനായിട്ട് സാധിക്കും? സാന്ദ്ര, ഇനി എന്താ സാന്ദ്രയുടെ മുന്നിലുള്ള വഴി? ഇപ്പോൾ സാന്ദ്ര ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വീണ്ടും സാന്ദ്രയ്ക്കെതിരെ ഒരു നീക്കം അവിടെ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. അതിന് ഞാൻ ഇനി ഭയക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിലാണ് നിൽക്കുന്നത്. എനിക്ക് വേറെ ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സിനിമ തന്നെയാണ് ഇത്രയും നാൾ ഉപജീവന മാർഗമായിരുന്നതും. അപ്പം എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ വരേണ്ടതും ഇതേ ഇൻഡസ്ട്രിയിലേക്കാണ്. അമ്മ ചെയ്യുന്നത് കണ്ട് പ്രൗഡായിട്ടിരിക്കുന്ന 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ അവരും തീർച്ചയായിട്ടും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർക്ക് വേണ്ടി നല്ലൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടി എൻ്റെ ഉത്തരവാദിത്വം ആയതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വന്നത്. അതിജീവിതകളെ അവഹേളിക്കുന്നുണ്ടോ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള? ഞാൻ സ്ട്രെയിറ്റ് ചോദിക്കുകയാണ്, അതിജീവിതകളെ അവഹേളിക്കുകയാണോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. നിർമ്മാതാക്കളുടെ സംഘടന മാത്രമല്ല, നിർമ്മാതാക്കളുടെ സംഘടന മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊതുവെ പുരുഷന്മാരുടെ ഇടയിൽ ഒരു കളിയാക്കലാണ് ഈ പറയുന്ന അതിജീവിതകൾക്കെതിരെ. അതിനകത്ത് ഫേക്ക് ആയിട്ടുള്ള കംപ്ലൈന്റുകൾ ഉണ്ടാവാം. പക്ഷേ ഇത് അനുഭവിച്ച ഒരാളുണ്ടായാൽ പോരെ,
അവർക്ക് വേണ്ടി നിൽക്കാൻ എന്തുകൊണ്ട് അവർ, ഇവരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും മക്കളും പെൺകുട്ടികളും ഒക്കെ ഉള്ളവരല്ലേ, അതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല? ഈ നിർമ്മാതാക്കളുടെ സംഘടന ഇങ്ങനൊരു നിലപാടെടുക്കാൻ എന്തായിരിക്കും കാരണം? ഒന്നുകിൽ അവർക്ക് നേരിൽ ആരോപണം വരുമെന്നുള്ള ഭയം, അതല്ലെങ്കിൽ അവരുടെ ബിസിനസ് തകരുമെന്നുള്ള ഭയം, അതല്ലെങ്കിൽ അവരുൾപ്പെട്ടിരിക്കുന്ന റാക്കറ്റിൻ്റെ ഭാഗമായുള്ള താല്പര്യപ്രകാരം അവർക്ക് ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള താരങ്ങളുമായിട്ടോ മറ്റു പ്രവർത്തകരുമായിട്ടോ ഉള്ള ബന്ധം. താങ്കൾ എന്താണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു നിലപാട് നിർമ്മാതാക്കളുടെ സംഘടന എടുക്കാൻ കാരണം? അഥവാ ഇതുപോലുള്ള എല്ലാ സംഘടനകളും അതിൽ തലപ്പത്തിരിക്കുന്നത് പുരുഷന്മാർ ആയതുകൊണ്ട് മാത്രമായിരിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ അവസാനം പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാരണം. അതായത് അവർ ഈ പറയുന്ന പവർ ഗ്രൂപ്പിനെ ഭയപ്പെടുന്നു, അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി ആരോടും ഞങ്ങൾ ആൻസറബിൾ അല്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ഭിന്നാഭിപ്രായമുള്ള ആളുകളുണ്ട്. അവരിത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ഇതൊന്നും അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പറയുന്ന നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും പല സംഘടനകളും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതെ അതെ സാന്ദ്ര, ഒരു കാര്യം കൂടി. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിംഗ് ആയി വന്നതിൽ 3-4 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കം ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും നടക്കുന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളെല്ലാം വാസ്തവം തന്നെയല്ലേ? എത്ര അസോസിയേഷനുകൾ തള്ളിപ്പറഞ്ഞാലും ഇതിൽ പലതും ഏറിയും കുറിയും എല്ലാ സെറ്റുകളിലും ഇല്ലെങ്കിലും ചിലയിടങ്ങളിലെങ്കിലും ഇല്ലേ? ലഹരി ഉപയോഗം പലയിടങ്ങളിലും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയവുമാണ്. ഒരിക്കൽ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനെ അഡ്രസ്സ് ചെയ്തതുമാണല്ലോ. രഞ്ജിത്തേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ വന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞതാണ് ലഹരി ഉപയോഗം വളരെയധികം സെറ്റുകളിൽ നടക്കുന്നു എന്നുള്ളത്. ധൈര്യപൂർവ്വം രഞ്ജിത്തേട്ടൻ വന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചതാണ്. ഇപ്പം ഇരിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ധൈര്യമില്ല, മീഡിയനെ അഡ്രസ്സ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള സംഘടനകളുടെ തലപ്പത്തിരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാര്യം സെറ്റുകളിൽ ഈ പറയുന്ന ലൊക്കേഷനുകളിലെല്ലാം പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ നിർമ്മാതാവിനും ഒരാൾ വിചാരിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ സംഘടനകളെയാണ്. നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സംഘടനകളെയാണ്. അപ്പോൾ അവർ AMMA എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് കുടപിടിച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ ചില താരങ്ങൾ മൊഴിമാറ്റി, ചില പ്രവർത്തകർ മൊഴിമാറ്റി, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്നില്ലേ സാന്ദ്ര? തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവസരങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇന്ന് അവസരമുള്ള ആൾക്ക് നാളെ അവസരം ഉണ്ടാവുമോ എന്നറിയത്തില്ല. ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് ചിലപ്പം ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്ന ആൾ നാളെ അവിടെ സെക്രട്ടറി ആയിട്ടോ അല്ലെ പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ നാളെ ഒരു സിനിമയുടെ ലീഡ് ആക്ട്രസ് ആയിട്ടോ ആക്ടറായിട്ടോ വരാം. കാര്യം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശബ്ദമുയർത്തുന്നവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന രീതി അതൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. പൊതുവെ പുരുഷാധിപത്യമുള്ള സംഘടന ആയതുകൊണ്ട് അതിജീവിതകളുടെ ഈ ദുരനുഭവങ്ങളോട് വളരെ ഇൻസെൻസിറ്റീവായി അവഹേളനപരമായി പെരുമാറുന്നു എന്നുള്ളതാണ് സാന്ദ്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പരാതിയും ഒരു ആർഗ്യുമെന്റും. അതുകൊണ്ട് സ്ത്രീകൾ തലപ്പത്തേക്ക് വരണം. എൻ്റെ ഒരു ചോദ്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടക്കമുള്ള വെളിപ്പെടുത്തലുകളും താങ്കൾക്കറിയാവുന്നതുപോലെ ഇനിയും ആളുകൾ വെളിപ്പെടുത്തിയാൽ എല്ലാവരും അല്ലെങ്കിലും ഒരു ന്യൂനപക്ഷം നിർമ്മാതാക്കളുടെ സംഘടനയിലും ഈ പറയുന്ന ഉള്ളവരുണ്ടാവില്ലേ? അവരും ഈ പറയുന്ന ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന മൈനോറിറ്റി ആണെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവില്ലേ ഈ സംഘടനയിലും? അവരാണോ യഥാർത്ഥത്തിൽ അധികാരം നിയന്ത്രിക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇനിയും മുന്നോട്ട് വരാനുണ്ട്. എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയാണെന്നാണ് എനിക്ക് തന്നെ പലരും എന്നോട് തന്നെ വന്ന് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയാണ്. അപ്പം മുന്നോട്ട് വരുന്നവരെ ആക്രമിക്കുന്ന രീതിയും
അവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന രീതിയും ഒക്കെ കണ്ട് ഭയന്നിരിക്കുകയായിരിക്കും കൂടുതൽ ആളുകളും. ശരിക്കും ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ പേടിച്ച് മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളത് ഇതിനകത്ത് ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ്. ഇപ്പൊ കാരവന്റെ ഒരു വിഷയം റീസെന്റ് പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കാരവൻ അസോസിയേഷനിലുള്ള ആളുകളെ വിളിച്ചിരുത്തി സംസാരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അന്ന് മീറ്റിങ്ങിന് ചെന്ന ദിവസം അന്ന് രാവിലെ കാരവൻ അസോസിയേഷനിലെ ആളുകളുമായിട്ട് സംസാരം നടന്നിരുന്നു എന്ന് പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇവർ ഞെട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ഭീകരമായ കാര്യങ്ങൾ ഈ പറയുന്ന കാരവൻസിലും സിനിമ ലൊക്കേഷനുകളിലും നടക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും എന്ത് ആക്ഷനാണ് ഈ പറയുന്ന സംഘടനകൾ എടുത്തിരിക്കുന്നത്? അപ്പൊ ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ലെങ്കിൽ ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾ അസോസിയേഷനെ ബോധ്യപ്പെടുത്തിയതാണ്. കാരവൻ ഇതിനുള്ളൊരു മറയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഹോട്ടലുകൾ കൂടാതെ. അതെ, തീർച്ചയായിട്ടും അതെ. എനിക്ക് പേഴ്സണലി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു കാരവനിലേക്ക്, അതായത് 11 മണിക്ക് ഒരു ഷൂട്ട് കഴിഞ്ഞ് അവർക്കൊരു 3 ആക്ടേഴ്സ് ആയിരുന്നു. അപ്പം അവർക്ക് 3 മണി ഒരു ഇന്റർവ്യൂ ഉണ്ട് പോകണം എന്ന് പറഞ്ഞ് പോയ ആൾക്കാർ 3 മണി കഴിഞ്ഞിട്ടും തിരിച്ച് ലൊക്കേഷനിലേക്ക് വരാതെ, അതായത് സെറ്റിൽ തന്നെ ഉണ്ട്, പക്ഷെ അവർ കാരവനകത്താണ്, ഇറങ്ങി വരുന്നില്ല. അപ്പം 3 മണി കഴിഞ്ഞപ്പോൾ ഒരു അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വിലയില്ലാത്തത് കൊണ്ടാണോ നമ്മളൊന്നും വിളിച്ചിട്ട് ഇവരാരും മൈൻഡ് ചെയ്യാത്തത്, എന്താണ് ഇവരാരും വരാത്തത്? കാര്യം സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 11 മണിക്ക് വിട്ട ആൾക്കാർ 3 മണിയായിട്ടും തിരിച്ച് ഷോട്ട് എടുക്കാനായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാനത് ചോദിക്കാൻ വേണ്ടി കാരവന്റെ ഡോറ് തുറന്നപ്പോഴേക്കും സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു എഫക്റ്റാണ് എനിക്കുണ്ടായത്. നിറച്ചു പുകയാണ് അതിനകത്ത്, എനിക്ക് കയറാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അപ്പോൾ പുകയാണ് കാരവനകം നിറയെ. അപ്പോൾ ഞാൻ അകത്ത് കയറി ഞാൻ ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന്, ഷൂട്ട് നിർത്തിയാക്കട്ടെ എന്ന് ചോദിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഉടനെ എന്നെ അടിക്കാൻ വരുന്ന രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ശരിക്കും ഭയന്നു പോയെന്ന്. അന്ന് മറ്റൊരു ആക്ടർ പിടിച്ച് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു തല്ലിൽ നിന്ന് ഒഴിവായത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പോയി എന്നെ പോലൊരു സ്ത്രീ നിർമ്മാതാവൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഡെയിലി നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളാണ് കാണേണ്ടി വരുന്ന സാഹചര്യം താങ്കൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ താങ്കളെ മർദ്ദിക്കാൻ എത്തുന്നു. പക്ഷെ അപ്പോഴൊന്നും താങ്കളുടെ സഹായത്തിന് നിർമ്മാതാക്കളുടെ സംഘടന എത്തുന്നില്ല, അല്ലേ സാന്ദ്ര? അല്ല, അതിന് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല. ഇപ്പൊ അവര് പറയും സാൻഡ്ര കംപ്ലൈന്റ് പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ എന്ന് പറയും. കംപ്ലൈന്റ് ആയിട്ട് പോവും എങ്ങനെയൊക്കെ നമ്മളൊരു അതെ, ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിർമ്മാതാക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സംഘടനയിൽ പോകുമ്പം അവരിരുന്ന് പറയാറുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനെ ലോഡ് കണക്കിന് വന്ന് ഇറങ്ങുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്, ഇവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടോട്ടൊരു പോലീസിനെ വിട്ടാൽ അവിടേക്കൊരു പോലീസിനെ വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ നിർമ്മാതാവിന് തന്നെയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും അവിടെ? അപ്പൊ ഷൂട്ട് നിർത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. പിന്നെ എങ്ങനെ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു പോകും? അപ്പൊ നഷ്ടം സംഭവിക്കുന്ന നിർമ്മാതാവിനായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തായിരിക്കും സാന്ദ്രയുടെ നീക്കം? ഇതേപോലെ സമാന മനസ്കരുമായി ചിന്തിച്ചുകൊണ്ട് മറ്റൊരു സംഘടനയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ സാന്ദ്ര? അതല്ല ഈ സംഘടനയിൽ നിന്ന് തന്നെ പൊരുതാനാണോ തീരുമാനം? തീർച്ചയായിട്ടും ഈ സംഘടന നമ്മുടെ ഓരോരുത്തരുടെയുമാണ് ഈ സംഘടന. അപ്പൊ ഇതിനകത്ത് തന്നെ നിന്ന് ഇതിനകത്താണ് മാറ്റങ്ങൾ വരേണ്ടത്. അല്ലാതെ വേറൊരു അസോസിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇതിനുള്ളിൽ മാറ്റങ്ങൾ വരണം. വർഷങ്ങളായിട്ട് ഈ സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി കുറച്ചു പേര് ഇരിക്കുന്നുണ്ട്. അവർ തന്നെ പോയി അടുത്ത സംഘടനയിലും ഇരിക്കും. അവർ തന്നെ പോയി 3-4 സംഘടനകളുള്ളതിൽ ഇവർ തന്നെയാണ് തന്നെ പിന്നെ മാറി മാറി ഇരിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റം വരണം. ഇതിനകത്ത് പുതിയ ആൾക്കാർ വരണം. ഇതിനകത്ത് സിനിമ ചെയ്ത എല്ലാ നിർമ്മാതാക്കൾക്കും ഈ പറയുന്ന സംഘടനയിൽ വരാനായിട്ടുള്ള അവകാശമുണ്ട്. കൂടാതെ സ്ത്രീ നിർമ്മാതാക്കൾ പറയുന്ന ഇതിന്റെ തലപ്പത്തേക്ക് വരണം. എങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് വന്ന് അവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആൾക്കാരുണ്ടാവുള്ളൂ. അല്ല ഈ പറയുന്ന പോലെ കളിയാക്കി വിടുക എന്നുള്ളതല്ലാതെ നമ്മൾ അവിടെയും എളിഭ്യരായി പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്രീഷിയേറ്റ് യു സാന്ദ്ര. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ സമൂലമായ മാറ്റം വരണം. നിങ്ങളെപ്പോലുള്ളവരിലൊക്കെ തന്നെയാണ് ആ ഘട്ടത്തിൽ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കേണ്ടതും. കാരണം ഈ വലിയ ഒരു ആധിപത്യമാണ് ഇവർക്കുള്ളത്. ആ ആധിപത്യത്തെ പൊളിച്ചു കളഞ്ഞ മതിയാവൂ. താങ്ക് യു സാന്ദ്ര. ഞാൻ ഈ തുടർന്നും നമുക്ക് ഈ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്താം. ഈ രംഗം ശുദ്ധീകരിക്കപ്പെടുന്നത് വരെ നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം സാന്ദ്ര. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.